നമസ്കാരം. ദിയ കൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗ് ദിയ കൃഷ്ണ ഇന്നലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഏതാണ്ട് 3.5 മില്യൺ വ്യൂസ് ആ വീഡിയോയ്ക്ക് കിട്ടി. ഇനിയും വ്യൂസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രെൻഡിങ് ലിസ്റ്റിലാണ് ആ വീഡിയോ ഇപ്പോൾ. അപ്പോൾ ഇതുവരെയും ആ വീഡിയോയെ കുറിച്ചിട്ട് അധികം നെഗറ്റീവ് കമന്റ്സുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറേ നെഗറ്റീവ് കമന്റ്സുകൾ ഞാൻ കണ്ടു. ദിയ കൃഷ്ണയുടെ ബ്ലോഗിലല്ല നെഗറ്റീവ് കമന്റ്സ് കണ്ടത്, മറ്റ് പലരുടെയും വീഡിയോസിന്റെ താഴെയാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ വ്ളോഗറിന്റെ വീഡിയോ ഞാൻ കണ്ടു. ആ റിയാക്ഷൻ വ്ളോഗർ കുറച്ച് കളിയാക്കി ഇച്ചിരി മോശപ്പെട്ട രീതിയിലാണ് ഈ ഒരു വീഡിയോയെ പറ്റിയിട്ട് സംസാരിച്ചേക്കുന്നത്. അത് ആരാണെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് അയാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനി പതിയെ കുറേ ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഈ വ്ളോഗ് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേയും കൂടി നെഗറ്റീവ് കമന്റ്സുകളും ട്രോളുകളും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പാണ്. കാരണം ഇത്തരം കാര്യങ്ങളോട് പലർക്കും വിയോജിപ്പാണ്. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അസഹിഷ്ണുത കൂടുതലാണ്. അത്തരം ആൾക്കാർ നെഗറ്റീവ് കമന്റ്സുകൾ ഇടും. അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സുകളൊക്കെ കൂടുതലായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ കുറേ നാൾ മുമ്പ് വരെ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പായിരുന്നു. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേർളി മണിയുടെ ഡെലിവറി ബ്ലോഗ് കാണുന്നതിന് മുമ്പ് വരെ ഞാൻ കരുതിയിരുന്നത് ഇതൊക്കെ എന്തിനാണ് അപ്ലോഡ് ചെയ്യുന്നത്, വെറുതെ എന്തിനാണ് ഇതൊക്കെ ആൾക്കാരെ കാണിക്കുന്നത്, ഇതൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ, ഇതൊന്നും ആൾക്കാരെ കാണിക്കരുത് എന്ന് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ കുറേയും കൂടി എക്സ്പോഷർ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ തന്നെ ഗ്രാജുവലി മാറും. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കതൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത്തരം വീഡിയോസ് ജനങ്ങൾ കാണണം. ഇത് കാണാതെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സംഭവമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണണം. കാരണം ഈ സ്ത്രീകൾ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം, പ്രഗ്നൻസി ആയിക്കോട്ടെ, മെൻസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തോ വലിയ നിഗൂഢ സംഭവമാണ് എന്ന രീതിയിൽ ഒളിപ്പിച്ച് വെക്കുന്നതിനനുസരിച്ച് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി ചേഞ്ച് ആവത്തില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ കാണിച്ചു കഴിയുമ്പോൾ ഇത്തരം എക്സ്പീരിയൻസിലൂടെയൊക്കെ സ്ത്രീകൾ കടന്നു പോകുന്നുണ്ട്, ഇത്തരം പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നറിയുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഇതൊരു ഇൻഫർമേഷനാണ്, ഒരു എക്സ്പീരിയൻസ് പാസ് ചെയ്ത് കൊടുക്കുന്നത് പോലെയാണ് തോന്നുക. അപ്പോൾ ദിയ കൃഷ്ണയുടെ ഈ ഒരു വ്ളോഗ് കണ്ടപ്പോൾ ഞാനത് കരഞ്ഞുപോയി. ത്രൂ ഔട്ട് ആ വ്ളോഗ് ഫുള്ളും വളരെ ടെൻഷൻ അടിച്ച് പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ആ വ്ളോഗ് കണ്ടത്. ഇൻ ബിറ്റ്വീൻ വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. പ്രത്യേകിച്ച് ആ ഒരു ഡെലിവറി ആ ഒരു ടൈമിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുപോയി. ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോ കരയാതെ ആർക്കും കാണാൻ പറ്റത്തില്ല. സത്യമാണ്, പുരുഷന്മാർ പോലും കരഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ കൃഷ്ണ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവത്തിൻ്റെ 1% 1 or 2% എങ്കിലും അത് കാണുന്ന വ്യൂവേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു നിഗൂഢത അവിടെ ഇല്ലാതെയാകുകയാണ്, അവസാനിക്കുകയാണ്. അതായത് പലപ്പോഴും ഓരോ സ്ത്രീകൾക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഇപ്പം എല്ലാവരും യൂണിവേഴ്സലൈസ് ചെയ്യും. സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് യൂണിവേഴ്സലൈസ് ചെയ്യുന്നത്. അതായത് അമ്മമാർ പറയും, പെൺമക്കളോട് പറയും, ഇതൊക്കെ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ്, നീ ഇത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഫസ്റ്റിൽ മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് ആദ്യം അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, ഇതെല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ്, വേദനയൊക്കെ അനുഭവിക്കണം, സഹിക്കണം, എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്, ഇത് ഇത്ര വലിയ സംഭവമൊന്നും ആക്കേണ്ട കാര്യമില്ല. അത്തരം കമന്റ്സുകൾ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നത് ഞാൻ കണ്ടു. ഞാൻ 3-4 പ്രസവിച്ചതാ, ഞാൻ ഇത്രയും ഷോ ഒന്നും കാണിച്ചില്ല, എനിക്ക് ഇത്രയും വേദനയൊന്നും വന്നില്ല, ഇവൻ സിസേറിയൻ വരെ കഴിഞ്ഞതാ, എന്തിനാ ഇത്ര ഷോ കാണിക്കുന്നത്? ഇങ്ങനെ സ്ത്രീകൾ പോലും കമന്റ് ഇടുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ യൂണിവേഴ്സലൈസ് ചെയ്ത് കമന്റ് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എൻ്റെ അടുത്താണ് ഇങ്ങനെ ഒരു കമന്റ് ആരെങ്കിലും പറയുന്നതെന്നുണ്ടെങ്കിൽ അവരെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയാണ്. അതായത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു വേദന വരുന്നെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും പറയുക, എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ അമ്മ പറയുവാണ്, ഇതെല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ലേ. ശരിക്കും അത്തരം കമന്റുകൾ ഒരിക്കലും പറയാൻ പാടില്ല. എല്ലാ സ്ത്രീകളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. പ്രഗ്നൻസിയും മെൻസ്ട്രേഷനും ഒക്കെ എല്ലാ സ്ത്രീകളും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. എല്ലാ സ്ത്രീകളും ആ പെയിനിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിനാണ് അവർക്ക് ഏറ്റവും വലുത്. എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണെങ്കിലും ഈ സ്ത്രീ, ഇതൊരു സ്ത്രീ എന്ന് വിചാരിക്കുക, ഈ സ്ത്രീ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ ആയിരിക്കും അവൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പെയിൻ എൻഡ്യൂറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് പേടി ഉണ്ടാകും. ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വ്ളോഗ് കണ്ടാൽ അറിയാം, ദിയ കൃഷ്ണയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പേടിയാണ്. ഇപ്പൊ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിൽ വലിയ പെയിൻ ഒന്നും ഇല്ല. പക്ഷേ ഇഞ്ചക്ഷൻ വെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു
ഫോബിയ ആണ്. അപ്പോൾ അത് ഫോബിയ ആകുമ്പോൾ അവർക്കത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവും. ഈ ഫോബിയാസിൻ്റെ ഒക്കെ പ്രശ്നം ആ ഫോബിയയിലൂടെ അവർ കടന്നു പോകുമ്പോൾ വല്ലാത്ത ആൻസൈറ്റി, ബ്ലഡ് പ്രഷർ ഹൈ ആകുക, അത്തരം സിറ്റുവേഷൻ ഉണ്ടാകും. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയാറില്ല, പക്ഷേ ഈ ഒരു സമയത്ത് അത് പറയണമെന്ന് തോന്നി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ എന്ന് പറയുന്നത് ഫോബിയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഫോബിയാണ് പെയിൻ. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊന്നും എനിക്ക് വലിയ പേടിയില്ല. ഞാൻ കൂളായിട്ട് ചെന്നിരുന്ന് കൊടുക്കും. എത്ര ഇഞ്ചക്ഷൻ വേണമെങ്കിലും എടുത്തു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വെയിൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെയിൻ കിട്ടത്തില്ല, നല്ല ബുദ്ധിമുട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരുന്ന് കൊടുക്കും, എനിക്കതൊരു ടെൻഷനല്ല. പക്ഷേ ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഇഷ്യൂ ആണ്, അതൊരു ഫോബിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കൽ പെയിനിലൂടെ കടന്നു പോകണമെന്ന് ആലോചിക്കുന്നത് എനിക്കൊരു ആൻസൈറ്റിയാണ്. അപ്പം ഞാൻ ആ ആൻസൈറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ബഹളം വെക്കും, കരയും, നിലവിളിക്കും. അപ്പോൾ വേറൊരു സ്ത്രീ പറയുമോ, ഓ നോക്കിക്കേ അവളുടെ ഷോ ഓഫ്, ഇതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നതല്ലേ, എല്ലാവരും അനുഭവിക്കുന്ന വേദനയല്ലേ, പിന്നെ ഇവൾ ഇത്ര വലിയ ഷോ കാണിക്കുന്നത് എന്തിനാ? സത്യത്തിൽ അങ്ങനെ ആ ഒരു കമൻസ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ദേഷ്യമായിരിക്കും. അപ്പോൾ ഈ യൂണിവേഴ്സലൈസ് ചെയ്യുന്നത് അങ്ങ് അവസാനിപ്പിക്കുക. എല്ലാ സ്ത്രീകളും കടന്നു പോകുന്നതായിരിക്കാം, പക്ഷേ ഓരോ സ്ത്രീക്കും ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവൾ അപ്പോഴായിരിക്കും ആ ഒരു പെയിൻ അനുഭവിക്കുന്നത്. അപ്പോൾ അത്തരം കമൻസുകൾ പറയുന്നവരോടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി വേറെ ചിലർ പറയുന്നു, ദിയാകൃഷ്ണയുടെ ഈ വ്ലോഗിൽ ഏറ്റവും വിവാദമായ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ദിയാകൃഷ്ണ പറയുന്നുണ്ട് എൻ്റെ മുഖത്തെ കുരുക്കളൊന്നും എൻ്റെ കുഞ്ഞ് കാണണ്ട, വളരെ സുന്ദരിയായിട്ട് തന്നെ ഒരുങ്ങിപ്പോകണം, ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്ന് പറയുന്നു. അപ്പോൾ അതിനെ ചില ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. സത്യത്തിൽ അതൊരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ? പ്രഗ്നൻസിക്ക് പോകുമ്പോൾ സ്ത്രീ ഒട്ടും ഒരുങ്ങാതെ ഒന്നും ചെയ്യാതെ വാരിക്കോരി മുടിയൊക്കെ കെട്ടി തന്നെ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുണ്ടായതിനു ശേഷം അവൾ ഒരുങ്ങാൻ പാടില്ല, അവൾ നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റീരിയോടൈപ്സ് ഒക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഒരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. ദിയാകൃഷ്ണയ്ക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് തുറന്നു പറഞ്ഞു. എല്ലാ സ്ത്രീകളും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ചില സ്ത്രീകൾക്ക് ആ സമയത്ത് അതൊന്നും ചെയ്യാൻ തോന്നണമെന്നില്ല. പക്ഷെ ദിയാകൃഷ്ണയ്ക്ക് അത് ചെയ്യാൻ തോന്നി, അവരുടെ സന്തോഷമാണ്, അവരിത് ചെയ്തോട്ടെ. അതിനകത്തും എന്തിനാണ് നെഗറ്റീവ് പറയുന്നത്? അപ്പൊ ഇനിയും ഗ്രാജുവലി വരാൻ പോകുന്ന നെഗറ്റീവ് കമന്റ്സുകളിൽ ഏറ്റവും മെയിൻ നെഗറ്റീവ് കമന്റ്സ് ഇതായിരിക്കും. ഓ ഞാൻ 3-4 പ്രസവിച്ചതാ, ഞാൻ ഇത്ര ഷോ ഒന്നും കാണിച്ചില്ല. ഇതൊക്കെ എന്തിനാ ഇത്രയ്ക്ക് ഷോ കാണിക്കേണ്ട കാര്യം? സത്യത്തില് ഇതൊക്കെ കാണിക്കണം. കാരണം ഈ നിഗൂഢത ഉണ്ടല്ലോ, ഈ പ്രസവം എന്ന് പറയുന്നതിലുള്ളൊരു മിസ്റ്ററി, അതായത് ഇപ്പം ഞാൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പം ഇതൊന്നും കാണാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതെന്തോ വലിയ മിസ്റ്ററിയാണ്. അപ്പം ഈ ദിയാകൃഷ്ണയുടെ വ്ലോഗിൽ കുറേ സ്ത്രീകൾ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു. ദിയ എന്ത് ഭാഗ്യവതിയാ, ഈ സമയത്ത് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ട്. മാത്രമല്ല ആ ഒരു ഡെലിവറി ടൈമിൽ സഹോദരിമാരൊക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്നു, അമ്മ കൂടെ ഉണ്ടായിരുന്നു, ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അത് ദിയയ്ക്ക് കൊടുത്ത ആ ഒരു മെന്റൽ സപ്പോർട്ട് എത്രത്തോളം ആയിരിക്കും? പക്ഷെ പല സ്ത്രീകൾക്കും ഇത് കിട്ടാറില്ല. ഇതിന് മുമ്പുള്ള സ്ത്രീകൾക്കും ഇനി വരാനിരിക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പം കിട്ടുമായിരിക്കും. പക്ഷെ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടിയില്ല. ഒറ്റയ്ക്ക് ഡെലിവറി റൂമിലേക്ക് കടന്നു പോകുന്നു, നേഴ്സുമാർ മാത്രമേ ഉള്ളൂ, നമുക്കൊരു മെന്റൽ സപ്പോർട്ട് അവർ തരുമായിരിക്കും. ചില നേഴ്സുമാർ ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ തന്നെയാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റിലെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആ പെയിൻ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനും പേടിയും ഭയവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് ഫാമിലി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെൻഷനും ഭയവും ഒക്കെ തന്നെ മാറിക്കിട്ടും. മാത്രമല്ല ഈ ദിയാകൃഷ്ണയുടെ വ്ലോഗ് കാണുമ്പോൾ ത്രൂ ഔട്ട് ആ ഒരു സമയത്ത് ദിയാകൃഷ്ണ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈവൻ എപ്പിഡ്യൂറലിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത്. ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലേ? ഇതിനു മുമ്പ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകാത്ത, ഇനിയും കടന്നു പോകേണ്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഓ ഡെലിവറി സമയത്ത് ഇങ്ങനെയൊക്കെയാണ്, ഈ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. ഡെലിവറി റൂം എന്ന് പറയുന്നത് അത്ര വലിയ ഭീകര അന്തരീക്ഷമല്ല. ചിലർക്ക് പേടി തോന്നുമായിരിക്കാം, പക്ഷേ ഇത്രയും ഇൻഫർമേഷൻ ആ ഒരു വ്ലോഗിലൂടെ നമുക്ക് കിട്ടുവാണ്. എനിക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലായിരുന്നു. ഓക്കെ, ഇത്തരം ഒരു സന്ദർഭത്തിലൂടെ ഞാൻ ഭാവിയിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പെയിൻ എന്ന് പറയുന്നത് പേടിയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നത് ഒരു വലിയ ആൻസൈറ്റിയാണ്. പക്ഷെ ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വീഡിയോസ് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്തരം വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഈ മിസ്റ്ററി ഒക്കെ ഒന്ന് മാറണം. പിന്നെ പ്രസവമാണ്, ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് 24 മണിക്കൂറും വ്ലോഗ് ഇടുന്നതിനോടും അത്തരം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ വീഡിയോസ് ശരിക്കും പറഞ്ഞ ഇൻഫോർമേറ്റീവ് ആയിരുന്നു.
ആ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആ ഒരു സ്ത്രീയോട് കുറേ ബഹുമാനം തോന്നി. ഇത്രയും സ്ട്രോങ് ആണല്ലോ, അതായത് അവർക്ക് ഫോബിയാസ് ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഫോബിയാണ്. ആ ഫോബിയാസിൽ നിന്നുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു ടൈമിൽ ബിഹേവ് ചെയ്തു. എല്ലാ സ്ത്രീകളും ഭയങ്കര സ്ട്രോങ് വുമൺ ആണ്. ഈ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകുന്ന വുമൺ എന്ന് പറയുമ്പോൾ അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അവരോടൊക്കെ ഒരു ബഹുമാനം ആണുങ്ങൾക്കും തോന്നും. മാത്രമല്ല, ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അജ്ഞമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു പുരുഷൻ, ഇനിയും ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനും കുറേ എക്സ്പീരിയൻസ് കിട്ടിയില്ലേ, അവനും കുറേ ഇൻഫർമേഷൻ കിട്ടിയില്ലേ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രോസസ്സുകൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് ആ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒന്നും അറിയാതെ, ഇപ്പം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ച് പുതിയൊരു കപ്പിള് അവർ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല, ഡെലിവറി റൂമിൽ പോകുമ്പോൾ എങ്ങനെയാണ്. അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് വെക്കാനുള്ള ഒരു എക്സ്പീരിയൻസും കൂടി കൊടുക്കുകയാണ്. സത്യത്തിൽ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ആരും വരെ കുറ്റം പറയാതിരിക്കുക, നെഗറ്റീവ് പറയാതിരിക്കുക, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഞാൻ ആ ഡെലിവറി റൂമിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി ദിയ കൃഷ്ണയുടെ ആ ബ്ലോഗ് കണ്ടപ്പോൾ. കുറേ ഇൻഫർമേഷൻസ് കിട്ടും, കുറേ ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഇതൊന്നും വലിയൊരു സംഭവമല്ല, പേടിക്കേണ്ട കാര്യമല്ല എന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. അത് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ഈ നിഗൂഢത അങ്ങ് മാറിക്കിട്ടും. മിസ്റ്ററി എന്ന് പറയുന്ന എലമെന്റ് അങ്ങ് മാറിക്കിട്ടും. ഇതിനെ ഒന്നും ഇനി മിസ്റ്ററി ആക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഡെലിവറി, ഈ പ്രഗ്നൻസി, അതെന്നുണ്ടെങ്കിൽ പീരിയഡ്സ്, മെൻസ്ട്രേഷൻ, ഇതിനെയൊക്കെ മിസ്റ്ററി ആക്കി വെച്ചതുകൊണ്ടാണ് ഇത്രയും നാൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടിയത്. പക്ഷെ ഇതൊന്നും മിസ്റ്ററി അല്ല, ഇതൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു നോളജ് ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മൈൻഡ് സെറ്റിന് നല്ല രീതിയിൽ ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും.